ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് ഒരു തർക്കം, റബ്ബിമാരുമായിട്ടൊക്കെ നടത്തുന്ന ഒരു തർക്കത്തിന് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈശോയോട് വന്നിങ്ങനെ എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇവർ ചോദിക്കുക. ഈ സംഭവം ഇതാണ്: തൊട്ടു മുമ്പ് ദേവാലയ ശുദ്ധീകരണ ഈശോ നടത്തി. ഇപ്പം ദേവാലയത്തിന് അധികാരത്തോടു കൂടി ഈശോ പ്രവേശിച്ച് അത് ശുദ്ധീകരണ കർമ്മങ്ങൾ അല്ലെങ്കിൽ അവിടെ എല്ലാം അടിച്ച് പുറത്താക്കിയൊക്കെ ചെയ്യുന്ന ദേവാലയത്തിൽ ഒരു മരപ്പണിക്കാരൻ വന്ന് ഇത്രയും അധികാരം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ഇവർ ചോദിക്കുക. ഈ എന്ത് അധികാരത്തിലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം. ഇപ്പം ഈശോ ഒരു കുരുക്കുക എന്ന രീതിയിലാണ്, ഒരു കെണിയാണിത്. ഇപ്പം ഈശോ ഒരു മറു ചോദ്യം ചോദിക്കുന്നു. ക്രിസ്തു ഒരുക്കുന്നൊരു കെണി, ക്രിസ്തു വെക്കുന്നൊരു കെണി. കാരണം നമുക്ക് തിരിച്ച് കാണാൻ സാധിക്കും. വളരെ പലയിടത്തും ഈശോയെ ഇങ്ങനെ കുരുക്കാനായിട്ട് ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയും പ്രതികരണങ്ങളും ഒക്കെ രസകരമാണ്. ഇവിടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ചോദ്യം ഇതാണ്: യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? ഒരു മറുപടി പറയണം. മറുപടി പറയുമ്പോഴത്തേക്ക് ഇവർ പറയുകയാണ് സ്വർഗത്തിൽ നിന്നായിരുന്നു എന്നിവർക്ക് അറിയാം, പക്ഷെ ഇവർ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്നായിരുന്നു എന്നിവര് പറയുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് സ്വീകരിക്കാറുള്ളത് എന്ന് ഈശോ തിരിച്ചു ചോദിക്കും. പണിയാണ്. രണ്ടാമത്, സ്വർഗത്തിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നായിരുന്നു എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യരിൽ നിന്നായിരുന്നു എന്ന് ഇവർ പറയുകയാണെങ്കിൽ മനുഷ്യർ ഇവരെ കല്ലെറിയും. കാര്യം ഇത്രയും മനുഷ്യർ സ്വർഗത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനുഷ്യരിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അവഹേളിക്കുന്ന തുല്യമാണ്, കല്ലെറിയും. ഇതിന് രണ്ടിനും മറുപടി, ഈ രണ്ട് ഓപ്ഷൻസിനും മറുപടി പറയാൻ പറ്റത്തില്ല. അത് രണ്ടും മറുപടിയായിട്ട് പറയാൻ പറ്റത്തില്ല. പെട്ടു. ഇപ്പൊ ക്രിസ്തു വെച്ചൊരു കെണിയിൽ അവർ പെട്ടു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് ഈ സംഭവത്തിന്റെ ആഗമനകാല? അപ്പൊ തന്നെ ഈശോ മറുപടി പറയുന്നുണ്ട്. ഈശോ പറയുന്നതാണ്: എന്ന് ഞാനും പറയുന്നില്ല. അവര് പറയുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്നുള്ളതല്ല, പറയുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയുന്നില്ല എന്ന് പറയുന്നതിന് പകരം അറിയില്ല എന്നവർ പറയുക. അറിയില്ല എന്നവർ പറയുമ്പോൾ ഈശോ പറയുന്നത് അറിയില്ലെന്നല്ല, ഞാൻ പറയത്തില്ല എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. അവർ പറയുകയാണ്, അങ്ങനെ മനുഷ്യരിൽ നിന്ന് പറഞ്ഞാൽ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടും. എന്തെന്നാൽ എല്ലാവരും യോഹന്നാൻ പ്രവാചകനെ പരിഗണിക്കുക. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പറയത്തില്ലെന്ന് അവർ പറയുന്നത്, അറിഞ്ഞുകൂടാന്ന് പറയുക. അപ്പോൾ ഈശോ പറയുകയാണ്, എന്ത് അധികാരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഈശോ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അവരിങ്ങനെ കള്ളം പറയുക. അവർ പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അറിഞ്ഞൂടാ എന്നവർ പറയുക. അറിഞ്ഞൂടാ എന്ന് മറുപടി പറയാം. പക്ഷെ ഈശോ അറിഞ്ഞൂടാന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നില്ല എന്ന് തന്നെ പറയുക. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈശോ അവരോട് മറുപടി പറയുക. ഇപ്പം ഇവിടെ ഇതിൻ്റെ ആഗമനകാല പശ്ചാത്തലം എന്താണ്? ആഗമനകാലത്ത് നമ്മളിത് വായിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് രക്ഷയുടെ വഴികളുണ്ട്. നമ്മളതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളൊന്നും ഉപയോഗിക്കാതിരുന്നിട്ട് അത് നമുക്കറിയാം, അത് ഉപയോഗിച്ചാൽ രക്ഷ പ്രാപിക്കും. അതാണ് രക്ഷയ്ക്കുള്ള വഴി. കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം, ബൈബിൾ വായിക്കണം, പള്ളിയിൽ പോകണം, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണം, പരിത്യാഗ പ്രവൃത്തികളിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തപസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആഗമനകാലമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതിരുന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ പഴി പറയുകയാണ്. അല്ലെങ്കിൽ ഇത് മനുഷ്യരെ കേൾക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ തള്ളിപ്പറയാത്തത്. മനുഷ്യരെ പേടിക്കുന്നതുകൊണ്ട് മാത്രമാണ് തള്ളിപ്പറയാത്തത്. പക്ഷെ അത് തള്ളിപ്പറയുകയും ചെയ്തേനെ. മനുഷ്യരെ പേടിയില്ലാണെങ്കിൽ തള്ളിപ്പറയും കൂടെ ചെയ്തേനെ. അപ്പൊ ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഈശോ പറയുകയാണ്, ഈ രക്ഷയുടെ വഴികളെ കുറിച്ചുള്ള പാഠങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള മറുപടികളോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയോ ഒന്നും ഞാനും തരാൻ പോകുന്നില്ല, ഞാൻ പറയത്തില്ല എന്ന് തന്നെ ഈശോ പറയുക. നമുക്ക് രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന അനേകം വഴികളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്. ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ആ രക്ഷയുടെ വഴികളിലേക്ക് സഞ്ചരിക്കുന്നേ ഇല്ല. ഈ ചെറിയ നോമ്പാണിതെന്നുള്ള ബോധം നമുക്കില്ല. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല. പ്രാർത്ഥനകളിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധിയോടുകൂടി ഈ ദിവസങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല.
ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ട് പറയുകയാണ് ക്രിസ്മസിന് അനുഗ്രഹം വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ബോധ്യങ്ങൾ തരണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ തരത്തില്ല എന്ന് ഈശോ പറയുക. കാരണം നമ്മളത് ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു ദാഹം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് കൃപകൾ കിട്ടാൻ പോകുന്നത്. അല്ലാത്തവര് ഇത് വേണമെന്ന് പറഞ്ഞാലും ഇതൊന്നും അംഗീകരിക്കുന്നത്, എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക, നിന്റെ അധികാരം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ പറയും, ഞാൻ പറയുന്നില്ല പോരെ. അപ്പോൾ ക്രിസ്തു വെച്ചൊരു കെണി നമുക്ക് മുമ്പിലും ഉണ്ട്, ഇത് നമ്മൾ ഓർക്കുക. ക്രിസ്തു വെക്കുന്നൊരു കെണി നമുക്ക് മുമ്പിലും ഉണ്ട്. നമ്മള് നമ്മുടെ മുമ്പില് സഭ വഴി, കത്തോലിക്ക തിരുസഭ വഴി നമ്മുടെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വഴികളെ നമ്മൾ ആദ്യം അംഗീകരിക്കുക. നമ്മൾ അതിന് വില കൊടുക്കുക. കുംഭസാരത്തിന് വിലയുണ്ട്, കുർബാന സ്വീകരണത്തിന് വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, പ്രായശ്ചിത്ത പ്രവൃത്തികൾക്ക് വിലയുണ്ട്, ഉപവാസത്തിന് വിലയുണ്ട്. ഇതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് അറിയാം, ഇതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കും. പക്ഷെ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല, നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. എന്നിട്ട് അനുഗ്രഹം വേണം നമ്മൾ യാചിക്കുക. ഈശോ പറയും, ഞാൻ പറയത്തില്ല. ഈശോ നമുക്ക് പറയുക. ഇപ്പൊ നമ്മള് ഈ ഗൗദാത്തെ സൺഡേ ഒക്കെ കഴിഞ്ഞു, തപസാചരണത്തിന്റെ ഈ ചെറിയ നോമ്പിന്റെ പകുതി കഴിഞ്ഞു. ഇനി 14-15 തീയതി തൊട്ട് നമ്മൾ പ്രത്യേക വായനകളിലേക്ക് പ്രവേശിക്കുകയാണ്. 10 ദിവസങ്ങളുടെ അവസാന ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകാൻ വേണ്ടി ഉള്ളൊരു ക്ഷണം കൂടിയാണ് സുവിശേഷമാകും നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുസഭ വഴി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ വഴികളെ അംഗീകരിച്ച്, നമുക്ക് ബോധ്യമുണ്ടെന്നിട്ട് അംഗീകരിച്ച് ഉൾക്കൊണ്ട് അതുവഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.